പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 11, 22, 33 എന്ന് പറഞ്ഞൊരു 3 ടേം തന്നിട്ടുണ്ട്. അതിന്റെ 25 ടേംസിന്റെ സമ്മാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഇതില് നേരത്തെ ചെയ്ത ഫസ്റ്റ് സെറ്റ് ചെയ്ത ക്വസ്റ്റ്യനുമായി ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ലാസ്റ്റ് ടേം ഇല്ല. നമുക്ക് ഇതിനു മുമ്പ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് ടേം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എന്തില്ല? ലാസ്റ്റ് ടേം ഇല്ല. ദാറ്റ് മീൻസ് എക്സ് എൻ ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? എക്സ് എൻ എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കുക നമ്മള്? 25 ടേം. എത്ര ടേമാ കാണാൻ പറഞ്ഞിരിക്കുന്നത്? 25 ടേമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പദം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാ? 25ാമത്തെ പദമാ. മനസ്സിലായില്ലേ? 30 പദം കാണാൻ പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഏതായിരിക്കും? 30ാമത്തെ പദമായിരിക്കും. 50ാമത്തെ ടേംസ് ആണ്. 50 ടേമുകളുടെ കാണാൻ പറഞ്ഞാൽ ലാസ്റ്റ് പദം ഏതായിരിക്കും? 50ാമത്തെ ടേം ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് എന്നിന് പകരം 25 കൊടുക്കണം. ക്ലിയർ അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കറിയാമല്ലോ. എത്രയാ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? 22ൽ നിന്ന് 11 കുറയ്ക്കണം. അപ്പൊ 22 മൈനസ് 11. അപ്പൊ എത്ര കിട്ടും? 11 കിട്ടും. അപ്പൊ 11 n. എന്നിന് പകരം നമ്മൾ എന്താ കൊടുക്കണം? 25 കൊടുക്കണം. കണ്ടോ? ഇവിടെ എക്സ് എന്നിന് പകരമല്ലേ ഇവിടെ 25 വന്നിരിക്കുന്നേ അല്ലേ? എന്റെ ഫുൾ ഡീറ്റെയിൽസ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ പെട്ടെന്ന് കത്തും. അപ്പൊ ഇവിടെ എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഇൻറ്റു 25 കൊടുക്കും. പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. ക്ലിയർ? 25 ഇൻറ്റു 11 ചെയ്ത് നോക്കുക. 25 ഇൻറ്റു 11 5 2 5 2 5 7 2 275. 11 കുറച്ചാൽ 0. അപ്പൊ ലാസ്റ്റ് പദം നമുക്ക് കിട്ടി. എത്രയാ? 275 ആണ് ലാസ്റ്റ് പദം എക്സ് എൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സമ്മ് കാണാമല്ലോ. സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത്? 25 പദങ്ങളുടെ സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 xn പ്ലസ് x1. 25 അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/2. എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 275 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ 11. 25/2 ഇൻറ്റു 275ഉം 11ഉം എത്ര കിട്ടും? 286. വെരി ഗുഡ്. 286നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോ 1 4 3 അല്ലേ? 143. 143നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 25 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 143 25 അല്ലേ? 13 15 1 14 21 21 2 1 5 5 2 7 3 2 6 4 2 8 2 5 7 15 1 3 35 75 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ടോട്ടൽ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ. ഇതിൽ രണ്ടാമത്തേല് ബി ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡൽ തന്നെയാണ്. ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ. അപ്പോ ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എക്സ് എൻ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്ര വരിക? 23 12 എത്ര വരും? 11 തന്നെ അല്ലേ? അവിടെയും 11 തന്നെയാണ് വരുന്നത്. അപ്പൊ 11 പ്ലസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 12 മൈനസ് 11. അപ്പോ 11 പ്ലസ് 12 മൈനസ് 11 എത്ര കിട്ടും? 1 അല്ലേ? 1 ആണ്. ഇതാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? 25 ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. എന്തെന്ന് പറയുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ 25 ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? 25. അപ്പൊ ഇവിടെ എന്ത് വരും? 25. ഇവിടെ എന്ത് വരും? 25. ഇവിടെ എന്ത് വരും? 25. ഇത്രേ ഉള്ളൂ കാര്യം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത സംഭവം. 11 ഇൻറ്റു 25 പ്ലസ് 1. അപ്പൊ ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം?
ആൾജിബ്രിക് എക്സ്പ്രഷൻ എടുത്തിട്ട് 25 ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ 25 ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ എഴുതിയത്. അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25 × 11 5 2 5 2 5 7 275 തന്നെ. നേരത്തെ നമുക്ക് കിട്ടിയത് എത്ര തന്നെയാണ്? 275 പ്ലസ് 1 276. 25ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 276 ആണ് കിട്ടുന്നത്, xn പദം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? n/2 xn plus x1. 25 പദത്തിന്റെ അല്ലേ? 25/2 xn എന്ന് പറഞ്ഞാൽ 276 plus 12 276. 25/2 ഇൻറ്റു 276 12 കൂടി ആകുമ്പോൾ എത്ര കിട്ടും? 288. 288. രണ്ടിൽ രണ്ട് എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം 4 4 144 ഇൻറ്റു 25 144 25 14 20 ഇഷ്ടം 2 14 22 22 ഇഷ്ടം 2 ഓരോ 5 2 7 4 2 8 4 2 8 2 0 8 2 10 0 1 8 7 15 1 16 6 ഇഷ്ടം 1 3 3600 3600 എന്ന് കിട്ടും. ഇതാണ് ഈ 25 പദങ്ങളുടെ സം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ചെയ്യാൻ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, കാണിച്ചു തരാം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾ ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതിന്റെ സമ്മ് കാണാനാ പറഞ്ഞിരിക്കുന്നത്? മക്കളെ ശ്രദ്ധിക്കണേ. ഏതിന്റെ സമ്മാ കാണാൻ പറഞ്ഞിരിക്കുന്നത്? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ, ആ സീക്വൻസിന്റെ 9ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ സമ്മ. പക്ഷേ റൂള് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ റൂള്? 3 ഡിജിറ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? 3 ഡിജിറ്റ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 9ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ സമ്മ കാണേണ്ടുള്ളത്, പക്ഷേ 3 ഡിജിറ്റിന്റെ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ടോ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ? ഇല്ല, ഒന്നും തന്നിട്ടില്ല. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 6 മൾട്ടിപ്ലിക്കേഷൻ, 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും കാണാൻ പറഞ്ഞിരിക്കും. ചിലപ്പോൾ 2 ഡിജിറ്റ് എന്നായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് അത് നോക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ക്രൈറ്റീരിയ തന്നിരിക്കുന്നത് 3 ഡിജിറ്റ് നമ്പറിന്റെ അതിനകത്തുള്ള സീക്വൻസ് ആണ് വേണ്ടത്. ഫസ്റ്റില് 3 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്നത് എവിടെ നിന്നാ? എവിടുന്നാ തുടങ്ങുന്നത്? 100 അല്ലേ? ആദ്യം അതങ്ങ് എഴുതുക. 100 101 ഇങ്ങനെ പോകും അല്ലേ? അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാ? 999. അത്രേ ഉള്ളൂ. ഇനി ഇത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ? അല്ല. ഇതിനകത്ത് നിന്ന് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം എടുക്കണം. ക്ലിയർ? അപ്പൊ അതിന് ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് സീക്വൻസ് ഉണ്ടല്ലോ 100, അതിനെ 9 കൊണ്ട് ഡിവിഷൻ നടത്തണം. എന്തുകൊണ്ടാ 9 കൊണ്ട് ഡിവിഷൻ നടത്തി? എന്തിനാ? ഈ 100 9നകത്ത് വരുന്നുണ്ടോ എന്ന് അറിയാനാണ്. അപ്പൊ നമുക്ക് നോക്കാം. 9ൽ 1 ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതെടുക്കണം? 10. 9ൽ എത്ര പ്രാവശ്യം? 10. ഒരു പ്രാവശ്യം. 10ൽ നിന്ന് 9 കുറച്ചാൽ 1. ഇനി ഇവിടെ ആരുണ്ട്? 0. വീണ്ടും താഴെ ഇറക്കുമ്പോ എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 9. റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി. ഇത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ റിമൈൻഡർ എന്താ വന്നേനെ? 0 ആയേനെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കി എന്തല്ല ഇതിടെ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല 100. ഇനി അടുത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അടുത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഏത് സീക്വൻസിലാണ് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് എന്നറിയാൻ ഈ 1ന്ന് എത്ര കൂട്ടുമ്പോഴാ 9 കിട്ടുന്നേ? എത്ര കൂട്ടുമ്പോഴാ? 8 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നേ? 9 കിട്ടുന്നേ അല്ലേ? അപ്പൊ ആ 8നെ ഇവിടുന്ന് ഒന്ന് കൂട്ടിയേ. അപ്പൊ എത്ര കിട്ടും? 108. ഇതായിരിക്കും ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 108. മനസ്സിലായി? ഇനി ഇവിടെ 2 ആയിരുന്നെങ്കിലോ?
എത്ര കൂട്ടണമായിരുന്നു? 6 കൂട്ടണമായിരുന്നു അല്ലേ? ഈ 6 എടുത്ത് എവിടെ കൂട്ടണമായിരുന്നു? ഇവിടെ. ഇവിടെ 3 ആയിരുന്നെങ്കിലോ 9 കിട്ടാൻ എത്ര കിട്ടണമായിരുന്നു? 6 കൂട്ടണമായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? റിമൈൻഡറിൽ എത്ര വരുന്നോ അതിന്റെ കൂടെ എത്ര, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നതാ. ഇവിടെ 3 ആയിരുന്നെങ്കിൽ എത്ര കൂട്ടിയേനെ? 6. അപ്പൊ ഇവിടെ എത്ര കൂട്ടിയേനെ? 6 കൂട്ടിയെ. മനസ്സിലായ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ കാര്യം സെറ്റാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് തുടങ്ങുന്ന സീക്വൻസിൽ നിന്ന് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്തെഴുതി? ഒരു 3 ഡിജിറ്റ് നമ്പർ എവിടെ മുതലാ തുടങ്ങുന്നേ? 100 മുതൽ. അവിടെ തൊട്ട് എവിടം വരെ ഉണ്ട്? ലാസ്റ്റ് 999 വരെ. അത് എഴുതിയിട്ടു. അതിൽ നിന്ന് ആദ്യത്തെ സീക്വൻസിൽ നിന്ന് 9 കൊണ്ട് ഡിവിഷൻ നടത്തി നോക്കിയപ്പോൾ അത് 9ന്റെ ഡിവിഷൻ അല്ല. അപ്പൊ എവിടം തൊട്ടാ കിട്ടുന്നത്? നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആ റിമൈൻഡറിൽ നിന്ന് 9 കിട്ടാൻ എത്ര കൂട്ടണം? 8. അപ്പൊ അതിൽ നിന്ന് ആ 100ൽ നിന്ന് നമ്മൾ എത്ര കൂട്ടി? 8. അപ്പൊ ആദ്യത്തെ സീക്വൻസ് നമുക്ക് കിട്ടി. എത്ര കിട്ടി? 108 ആണ്. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് ആണ് വേണ്ടത്. അപ്പൊ അടുത്തത് എത്ര ആയിരിക്കും? 108ന്റെ കൂടെ എത്ര കൂട്ടണം? 9 കൂട്ടണം അല്ലേ? 9 മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിരിക്കും. 9 കൂട്ടുമ്പോ എത്ര വരും? 117. ഉണ്ടോ? ഇങ്ങനെ പോകും. ഇനി ലാസ്റ്റ് ഡിജിറ്റ് വേണ്ടേ? ലാസ്റ്റത്തെ വേണ്ടേ? ലാസ്റ്റത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ ഡിവിഷൻ നടത്തി നോക്കണം അതുണ്ടോന്ന്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇല്ലേ? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം വരുത്തില്ലേ? അപ്പൊ എത്ര വരും? 999 തന്നെയാണ് ലാസ്റ്റ് ഡിജിറ്റ്. കാരണം എന്താ? അത് 9 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പുതിയ സീക്വൻസ് കിട്ടിയില്ലേ? ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തേനെ? ആദ്യം 100നെ 6 കൊണ്ടൊന്ന് ഡിവിഷൻ നടത്തും. അപ്പൊ 6ൽ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം അല്ലേ? ബാക്കി എത്ര? 4. 4 6 പറ്റുമോ? ഇല്ല. 0 താഴെ ഇറങ്ങും. എത്ര പ്രാവശ്യം? 6 36. ബാക്കി എത്ര വരും? 4 അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കി റിമൈൻഡർ എത്ര കിട്ടിയത്? 4. എത്രയാ കിട്ടേണ്ടത്? 6ന്റെ അല്ലേ? അപ്പൊ എത്ര കൂട്ടണം? 2 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 6 കിട്ടും. അപ്പൊ ഇവിടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 102. 102 ഒന്ന് ചെയ്ത് നോക്കി 6ൽ പറ്റുമോന്ന്. 6ൽ എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 4 7 6 42. കിട്ടുന്നുണ്ടോ? അപ്പൊ ആദ്യത്തെ ഡിജിറ്റ് ഏതാ? 102. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സംഭവം മനസ്സിലായിപ്പോ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്താ? അതേപോലെ തന്നെ ഡിജിറ്റും ചെയ്യണം. ഏതിന്? 100ന് അല്ലേ? എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറ. ക്ലിയർ ചെയ്തിട്ട് പോവാം. ചുമ്മാ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. 3 കൊണ്ട് ഡിവിഷൻ നടത്തും. അപ്പൊ എത്ര വരും? 3 3s are 9. ബാലൻസ് എത്ര? 1. പിന്നെ വീണ്ടും 0. വീണ്ടും 3 3s are 9. വീണ്ടും എത്ര? 1. 1ന്റെ അല്ലേ എത്തിയേ? 3 അല്ലേ വേണ്ടേ? എത്ര ആഡ് ചെയ്യണം ഇനി? 2 ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ഇതേപോലെ ഇവിടെ എത്ര കൂട്ടണം? അപ്പൊ എത്ര കിട്ടും? 102. ഏതിന്റെ ആയിരിക്കും? 3ന്റെ തുടങ്ങും. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? സെറ്റ് അല്ലേ അത്? അതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അപ്പം ചെയ്യാമല്ലോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ എഴുതിയെടുക്കുക, ലാസ്റ്റത്തെ 3 ഡിജിറ്റ് എഴുതുക, അതിൽ നിന്ന് സീക്വൻസ് കണ്ടെത്തുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടൈമും കിട്ടി, ലാസ്റ്റ് ടൈമും കിട്ടി. ഇനി ഇതിന്റെ സമ്മ് കാണണമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? എളുപ്പമല്ലേ സമ്മ് കാണാൻ? എന്താ ഇക്വേഷൻ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ വേണം? നമ്പർ ഓഫ് ടേംസ് വേണ്ടേ? നമ്പർ ഓഫ് ടേംസ് വേണം. നമ്പർ ഓഫ് ടേംസ് വേണമെങ്കിൽ ഇക്വേഷൻ എന്താ? xn minus x1 by d plus 1. xn എന്ന് പറഞ്ഞാൽ എത്ര? 999 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എത്ര? 108 ബൈ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? 9 അല്ലേ? ക്ലിയർ അല്ലേ? പ്ലസ് 1. 999 108 കുറയ്ക്കുക. 9 8 കുറച്ചാൽ 1. 9 പോവോ? ഇല്ല. 9 1 കുറച്ചാൽ 8. 891 ബൈ 9. സെറ്റല്ലേ ഇവിടെ? 891 ഇനി എത്ര ഉണ്ട്? 9 കൊണ്ട്. 9ൽ 9 എത്ര പ്രാവശ്യം? 81 അല്ലേ? ബാക്കി എത്ര? 7 71. ക്ലിയർ അല്ലേ? 99 എത്ര വരും? 81. ബാക്കി എത്ര വരും? 8. ബാക്കി എത്ര വരും? 8. വീണ്ടും 99 81.
0. 99 വരുന്നത് 99 പ്ലസ് 1 ആൻസർ എത്ര കിട്ടി 100 കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ടേം കിട്ടി എത്രയാണ് 100 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? സം കാണാനുള്ള ഇക്വേഷൻ Sn is equal to n by 2 xn plus x1. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം 100 by 2. xn എന്ന് പറഞ്ഞാൽ എത്രയാണ് 999 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 108. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? 100ന്റെ പകുതി എത്ര 50 ഇൻറ്റു ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴോ 999 108 9 8 എത്രയാണ് 17 ഇഷ്ടം 1 9 1 10 0 ഇഷ്ടം 1 9 9 2 11 1107. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആവത്തില്ലേ?